ഈ വീഡിയോയിൽ നമുക്കൊരു സേഫ്റ്റി ബെൽറ്റ് നോക്കാം. അത് പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ട് ടൂ വീലറിലൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുപോലെ ഈ പ്രോഡക്റ്റും നിങ്ങൾക്ക് ഏറെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതൊരു സേഫ്റ്റി ബെൽറ്റാണ് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇതിന് ഇതുപോലെ നമുക്ക് ഷോൾഡറിൽ ഇട്ട് കൊടുക്കാൻ പാകത്തിന് ഇങ്ങനെ നമ്മൾ ബാഗൊക്കെ ഇടാറില്ലേ ഷോൾഡറിൽ, അതേപോലെ ഇത് നമുക്ക് ഷോൾഡറിൽ, കുഞ്ഞിൻ്റെ ഷോൾഡറിൽ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ഭാഗത്തൂടെ ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ ദേഹത്തേക്ക് നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ ഈ വരുന്ന ക്ലിപ്പ് നമ്മൾ ടൂ വീലർ ഓടിക്കുന്ന ആൾ, അതായത് കുഞ്ഞിനെയും കൊണ്ട് യാത്ര ചെയ്യുന്ന ആൾ ഈ ഒരു ക്ലിപ്പ് നമ്മുടെ ദേഹത്തേക്ക് കയറ്റിയിട്ട് ഇട്ട് കൊടുക്കാം. ബാക്കിലൊക്കെ ഇരുത്തിക്കൊണ്ട് പോകാന്നുണ്ടെങ്കിൽ നമുക്ക് സേഫ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം. ചില കുട്ടികൾ ബാക്കിലൊക്കെ ഇരുന്ന് ഉറങ്ങാറുണ്ട്, അല്ലെങ്കിൽ കൈ വിടുവോ അല്ലെങ്കിൽ വണ്ടി ഒന്ന് സ്കിഡാവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കുഞ്ഞ് തെറിച്ച് റോഡിലേക്ക് വീഴാം. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ബെൽറ്റ് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ, നമ്മൾ കുഞ്ഞുങ്ങളെ ഫ്രണ്ടിലാണ് ഇരുത്തിക്കൊണ്ട് പോകുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ കണക്ക് കുഞ്ഞിനെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് ഈ ഒരു ഭാഗം കുഞ്ഞിനെ ഫ്രണ്ടിലാക്കിയിട്ട് ഇത് ഷോൾഡറിലേക്ക് ഇട്ട് കൊടുത്ത് വയ്ക്കാം. ഇനി കുട്ടിയുടെ ബാക്കിലായിട്ട് നമുക്ക് ഈ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കാം. അതേപോലെ നമ്മളുടെ ആരാണ് ഡ്രൈവ് ചെയ്യുന്നത് അവരുടെ ഫ്രണ്ടിലേക്ക് നമുക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ട് കുട്ടികളൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഫ്രണ്ടിൽ ഒരു കുട്ടിയും ബാക്കിൽ ഒരു കുട്ടിയൊക്കെ ഇരുത്തിക്കൊണ്ടായിരിക്കും ചിലർ പോകുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന ഒരു പ്രൊഡക്റ്റ് ആയത്. സ്കൂളിലൊക്കെ കൊണ്ടുപോകുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ ട്യൂഷനിലോ മറ്റെവിടേക്കെങ്കിലും ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ കുട്ടിയെ ടൂ വീലറിൽ കൊണ്ടുപോകാനുള്ള അസൗകര്യം കൊണ്ട് ഇപ്പോൾ നമ്മൾ എവിടേക്കെങ്കിലും പോകാനായിട്ട് മടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും കുഞ്ഞിൻ്റെ സേഫ്റ്റി നോക്കാനാണെങ്കിലും നമുക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, കുഞ്ഞിൻ്റെ തലയിലായിട്ട് നമ്മൾ ഹെൽമെറ്റും കൂടെ വെച്ച് കൊടുക്കണം. എന്നിട്ട് വേണം നമ്മൾ യാത്ര ചെയ്യാനായിട്ട് തുടങ്ങാൻ. ഈ ഒരു സീറ്റ് ബെൽറ്റിന് കുഞ്ഞിന് എങ്ങനെ ഇട്ട് കൊടുക്കുന്നതെന്നും കൂടെ നോക്കാം. അപ്പോൾ കുറച്ച് പ്രായമായ കുഞ്ഞുങ്ങളാണ്, ഒരു LKG UKG ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1-2 വട്ടം ഇട്ട് കാണിക്കുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾക്കത് മനസ്സിലാവും. പിന്നീട് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഇതെടുത്ത് കൊടുത്താൽ കുഞ്ഞുങ്ങൾ തനിയെ ഇട്ടോളും. അപ്പോൾ ഇതേപോലെ അവർ ബെൽറ്റ് നമ്മൾ സാധാരണ ബാഗൊക്കെ ഇടും പോലെ ഷോൾഡറിലൂടെ ഇട്ടിട്ട് ഫ്രണ്ടിൽ ആ ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഫ്രണ്ടിൽ നമ്മൾ ഇരുന്നതിന് ശേഷം നമുക്കിടാനുള്ള ബെൽറ്റാണ് ഇത്. നമ്മൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ടൂ വീലറിൽ കയറിയിട്ട് കുഞ്ഞിനെയും നമ്മൾ ബാക്കിൽ കയറ്റി ഇരുത്തിയിട്ട് നമ്മുടെ ദേഹത്തോട്ട് വേണം നമ്മളിത് ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ട്. നമ്മൾ ടൂ വീലറിൽ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ കുഞ്ഞിനെ ബെൽറ്റൊക്കെ ഇടിപ്പിച്ചിരുത്തിയിട്ട് കുഞ്ഞിൻ്റെ ദേഹത്ത് ക്ലിപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു ഭാഗം എടുത്ത് നമ്മുടെ ദേഹത്തേക്ക് ഇതുപോലെ ചുറ്റി ക്ലിപ്പ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അഡ്ജസ്റ്റബിൾ ആണ്. നമുക്കത് വണ്ണമാണെങ്കിലും ഷോൾഡറിലാണെങ്കിലും ഒക്കെ കുഞ്ഞിൻ്റെ അളവിനനുസരിച്ചിട്ട് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് സേഫായിട്ട് കുഞ്ഞിനെ എല്ലായിടത്തും കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഹെൽപ്ഫുൾ ആകുമെന്നുള്ളവർക്ക് അത് വാങ്ങിക്കാം.